ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലത്തി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ തന്നെയാണ്. നാട്ടിലുള്ള നബിദിന പരിപാടിക്ക് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒരു വ്ളോഗാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നബിദിനത്തിന് നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന നെയ്ച്ചോറും അതേപോലെ തന്നെ നല്ല ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് കംപ്ലീറ്റ് ഉണ്ടാവുക. അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അങ്ങനെ നമ്മൾ മദ്രസിൻ്റെ കിച്ചണിലെത്തിയിട്ടുണ്ട്. കിച്ചണിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെല്ലുള്ളി കട്ട് ചെയ്ത് ഈ കൊട്ടയിലാക്കി വെച്ചാണ് ഈ ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ് ആക്കിയതാണ് ഈ കാണുന്നത്. ഇഞ്ചി പേസ്റ്റ് ആക്കി അത്യാവശ്യം ഉണ്ട് കേട്ടോ, വലിയൊരു ഡവറയിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഗരം മസാലയ്ക്കുള്ള സംഭവങ്ങളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ പൊടിക്കാനുള്ള സംഭവങ്ങളാണ്. പിന്നെ നമ്മൾ തക്കാളി കട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതൊരു മെഷീനിലിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ കയ്യായിട്ട് കട്ട് ചെയ്ത് തീരെ ഉണ്ടാവില്ല. ഇവരിത് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം എടുക്കുന്നുണ്ടാവും. അത് ഇവർ മെഷീനിലാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബീഫെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. വൃത്തിയാക്കിയതായത് എന്താ പറയുക, ഫ്രണ്ടിലുള്ള ആ ഒരു ടേബിളിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്, ആ വെള്ളം ഊറാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ കൊട്ടയിൽ ഇങ്ങനെ റെഡി ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, പര്യാവരം മഹലിൻ്റെ മൗലൂദ് കമ്മിറ്റിയാണ് ഞങ്ങൾ. പിന്നെ കഴിഞ്ഞ വർഷത്തേനേക്കാളും ഒന്നുകൂടി വിപുലമായ രീതിയിലാണ് ഈ പ്രാവശ്യം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഈ പ്രാവശ്യം 11 കിൻഡൽ ഇറച്ചും 11.5 കിൻഡൽ ഇറച്ചും 11.5 കിൻഡൽ അരിയും കൊണ്ടാണ് ഭക്ഷണം വീണ്ടും ഉണ്ടാക്കുന്നത്. അള്ളാഹു കൂട്ടി തരാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും വളരെ സന്തോഷത്തോടു കൂടി പോകുന്നൊരു ഈ മഹല്ലത്തിലെ മുഴുവൻ ആളുകളും കഴിക്കുന്നൊരു ഭക്ഷണം ഇതാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾക്കും ആരോഗ്യമുള്ള ആഫിയത്ത് തരട്ടെ, ഇതിലേക്ക് സഹായിക്കുന്നവർക്കും അള്ളാഹു ആരോഗ്യമുള്ള ആഫിയത്ത് തരട്ടെ. എല്ലാവർക്കും നബിദിനാശംസകൾ. കൂടുതലായിട്ട് പറയാനില്ല. നമ്മളെ പരിഹാരം മഹലിൻ്റെ നബിദിനാഘോഷങ്ങൾ നടക്കുന്നത് നാളെ അന്നദാനാണ്, കുട്ടികളെ ഘോഷയാത്രയാണ്. അതിവിപുലമായിട്ട് കൊണ്ടാണ് എല്ലാ വർഷങ്ങളും അതിഗംഭീരമായിട്ട് പരിപാടി നടക്കുകയാണ്. പിന്നെ ഇത് സഹകരിച്ച എല്ലാ ഞങ്ങളുടെ മഹലുകാരും അപ്പോൾ നമ്മുടെ കച്ചവടക്കാരും എല്ലാവർക്കും എല്ലാവിധ നന്ദിയും എല്ലാവിധ കടപ്പാടും അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ നബിദിന പരിപാടിക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഏരിയയിലാണ് ഉള്ളത്. അപ്പോൾ ഒരുവിധമൊക്കെ പരിപാടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ മെയിൻ ആളിട്ടാ. പറയാനുള്ളത് സിദ്ദിയാക്കാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കുറേ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി കഴിഞ്ഞ നബിദിന പരിപാടിക്ക് ഉണ്ടായിരുന്നു, സിദ്ദിയാക്കൻ്റെ ആയിരുന്നു ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി സിദ്ദിയാക്കാനാണ് കുറേ കാലമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മളെ നാട്ടുകാരെല്ലാവരും ഉണ്ട് കേട്ടോ. കണ്ടോ, എല്ലാവരും കട്ടക്ക് നിൽക്കണേ. അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ രാത്രി അത്യാവശ്യം 12 മണിയായിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ജാഗരൂകരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ബീഫ് ഇങ്ങനെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് അതിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എങ്ങനെയാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഇത് നമ്മൾ കൊല്ലം തോറും നടത്തി വരാനുള്ള ഒരു 12 കിൻഡൽ ബീഫും ഒരു 12 കിലോ അരി, 12 കിൻഡൽ. അതാണിപ്പോൾ നമ്മളിവിടെ പര്യാവരത്ത് മഹലിൽ നടത്തുന്ന പരിപാടി. എല്ലാവർക്കും അന്നദാനം വിതരണം ചെയ്യും. എത്ര ടൈമിന് ഇത് സെറ്റാവും? എത്ര ടൈമിന്? ഇത് കാലത്ത് 7 മണിക്ക് കൊടുക്കൽ തുടങ്ങും. ഇതൊരു 4 മണിയാകുമ്പോഴത്തേനും ഇതെല്ലാം സെറ്റാവും. 4 മണിക്ക് ഇതെല്ലാം റെഡിയാവും, ഫുഡെല്ലാം റെഡിയാവും. 7 മണിയാകുമ്പോൾ ഇത് കൊടുക്കാൻ തുടങ്ങും കേട്ടോ, സപ്ലൈ ചെയ്യാൻ തുടങ്ങും. അതാണ് പരിപാടി. ഇനി എന്താ പറയുക, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കാണാം, വഴിയേ കാണാം അല്ലേ. ഓക്കെ. നമ്മളെ മസാലക്കൂട്ടുകളൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ഗരം മസാല, എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇക്കാക്കതാ നമ്മൾ ഇതിന് തീ കൊടുക്കാൻ പോവുകയാണ്. ഈ ഫസ്റ്റ് അടുപ്പിൽ തീ കൊടുക്കാൻ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ബീഫാണ് ചെയ്യുന്നത്. അതിനുള്ള സംഭവങ്ങളാണ് തീ പിടിപ്പിക്കുന്നത്. ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ അടുപ്പ് ചൂടാവാൻ കുറച്ച് ടൈം പിടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം ചെറുതായിട്ടൊന്ന് നനഞ്ഞു പോയിട്ടുണ്ട്. അതാണ് കുറച്ച് ടൈം പിടിക്കുന്നത് കേട്ടോ. കുറച്ച് നേരമായി ഇപ്പോൾ ഈ ഇതിങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ തീയൊക്കെ കത്തിപ്പിടിച്ച് ചെമ്പ് നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ചൂടാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വെളിച്ചെണ്ണ കുറച്ച് ഒരു പകുതിയാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് കേട്ടോ അതിലുള്ള. ഇപ്പോൾ അത് വിറക് ചൂടായതെല്ലാം ഇങ്ങോട്ട് മാറ്റി വെക്കുന്നതാണ് നമ്മളെ പണ്ടാരിയായിട്ടുള്ള ഇക്കക. അതേപോലെ തന്നെ അതിലേക്ക് ഉള്ളി, ചെറിയ ഉള്ളി 2 കിലോ ആണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് കേട്ടോ. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ആ ചെറിയ ഉള്ളി ഇട്ട് ആ ഒരു സ്മെല്ല് ഇങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ പറയണത് 2 കിലോ ആണ് ഇട്ടിട്ടുള്ളത് എന്നുള്ളത്. നല്ല അങ്ങനെ വഴറ്റി എടുക്കുന്നതാണ് ഇതാവുന്നത്. അതേപോലെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ചെറിയുള്ളി ഇട്ടപ്പോൾ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ ഇത് ഈ എണ്ണ നല്ല മൂത്തിട്ടുണ്ട്. എണ്ണ മൂത്തായതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്.
അപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിൻ്റെ ഒരു പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ ഇതൊരു 2 പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പ്ലേറ്റും കൂടി ഇട്ടിട്ടുണ്ട്, പോരാന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ സെറ്റായി ഇങ്ങനെ എന്താ പറയുക ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പണ്ടാരി. അതിലേക്കാണ് നമ്മൾ വേപ്പിൻ്റെ ഇല കറി ലീഫ് ഇട്ടിട്ടുണ്ട്. കറി ലീഫും അതും കൂടി ആയപ്പോൾ വേറെ സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. അത് സെറ്റായി വന്നതിലേക്ക് നമ്മളൊരു കൊട്ട ബീഫ് ഇട്ടിട്ടുണ്ട്. ബീഫ് ഇട്ട് അതൊന്ന് ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൽ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ ബക്കറ്റ് വെള്ളം ഒഴിച്ചും അതേപോലെ ഇപ്പോൾ രണ്ടാമത്തെ കൊട്ട ബീഫ് ഇട്ടിട്ടുണ്ട്. ഇളക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മൊത്തത്തിലൊരു പുകമണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചൂടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇളക്കി സെറ്റാക്കിയതിൻ്റെ മുകളിലായിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഒരു പാക്കറ്റ് പൊട്ടിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്. കല്ലുപ്പ് ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മേലായിട്ട് തന്നെ ഒരു ബക്കറ്റും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് ഇതിൽ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലതായിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ തന്നെ വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇനി എന്താ ഇടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം മുളക് പൊടിയാണ് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുള്ളത്. മുളക് പൊടി അതേപോലെ തന്നെ ഒരു പ്ലേറ്റാണ് ഇട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ ഇഞ്ചി പേസ്റ്റ് അതേപോലെ തന്നെ നമ്മളെ വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഈ സംഭവങ്ങൾ കുറച്ചായിട്ട് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ. അതാണ് ഈ കാണുന്നത്. നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഉലുവ കുറച്ചിങ്ങനെ വാരി വിതറിയിട്ടെടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു കൊട്ടയും കൂടി ബീഫ് ഇട്ട് കൊടുത്ത് സെറ്റാക്കുകയുണ്ട്. അപ്പോൾ ഇതൊന്നും ചെയ്യുമ്പോഴൊന്നും ഇളക്കുന്നില്ല. അതാണ് ഇപ്പോൾ ഇതിൽ ഞാൻ കണ്ടതിൽ. അതിൻ്റെ മുകളിൽ രണ്ടാമത്തെ കൊട്ട ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു 4-5 കൊട്ടയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് ഇട്ടത്. ആ ബീഫ് ഇട്ടതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഉപ്പ് വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ആ തക്കാളി ഉണ്ടല്ലോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, തക്കാളിൻ്റെ ഒരു പകുതിയോളം അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് മൊത്തത്തിലാണ്ട് സെറ്റാക്കി കൊടുക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇളക്കുന്നൊന്നും കാണുന്നില്ല, ഇളക്കിയിരിക്കും ഇത് മൊത്തത്തിൽ. അപ്പോൾ അതിങ്ങനെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഗരം മസാലേൻ്റെ പൊടിയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ അതാ ഉള്ളി രണ്ടാമതും കൊടുന്ന് ഇടുകയാണ് കേട്ടോ. ഉള്ളി കൊടുന്ന് ഇങ്ങനെ ഇടുന്നതാണ് ഈ കാണുന്നത്. ഉള്ളി അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ ഒരു ഉള്ളി സെറ്റ് ചെയ്ത് ഇടുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബീഫിൻ്റെ ചെമ്പ് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് എത്ര ഉണ്ടാവും? 10 ചെമ്പ് ബീഫിലെ 10 ചെമ്പ് ബീഫ് അവിടെ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഫസ്റ്റുള്ള ചെമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൗണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കിച്ചണിൽ വരുന്നത് 22 ചെമ്പ് നെയ്ച്ചോറാണ് കേട്ടോ. അതിൻ്റെ തയ്യാറെടുപ്പാണ് ഈ ഒരു സംഭവങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ എന്താ പറയുക ഈ പിടിച്ചിട്ടുണ്ടാവും അവിടെയൊക്കെ അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു 4-5 ചെമ്പുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ഓരോരോ ചെമ്പുകൾ റെഡി ആയതിന് ശേഷം ആണ്ട് മാറ്റി വെക്കുക ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെയാണ് അത് സെറ്റ് ചെയ്യുന്ന ആ തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ടാവും ഇത് നമുക്ക് വെക്കുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, രാവിലെ നേരത്തെ ഇത് ഓപ്പൺ ആക്കേണ്ടി ആയതുകൊണ്ട് ഒരാൾ ഉറങ്ങാതെ ഇതിങ്ങനെ 2 സൈഡിലായിട്ടും അടുപ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളെ ചോറ് ദമ്മ് എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, എല്ലാ നെയ്ച്ചോറൊക്കെ റെഡിയായി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറും ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, നേരം വെളുത്തിട്ടുണ്ട്. നേരം വെളുത്തിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. എല്ലാ ചോറും റെഡി ആയിട്ട് ഇങ്ങനെ എന്താ പറയുക ആ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തുകൊണ്ട് മാറ്റി വെക്കുന്നതാണ്. മാറ്റി വെച്ചതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചോറ് ചൂടാറാൻ വേണ്ടിയിട്ട് മദ്രസിൽ തന്നെയുള്ള ഒരു ടേബിളിൽ അവിടെ ഇലയൊക്കെ വിരിച്ച് നല്ല വൃത്തിയിൽ നല്ല സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ നബിദിനത്തിൻ്റെ നെയ്ച്ചോറും അതേപോലെ തന്നെ ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ചും കൂടി ഇവർ ഇട്ട് വെക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. മുന്നത്തെ നമ്മൾ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഘോഷയാത്രൻ്റെ കൂടെ കുട്ടികളെ കൂടെ പോയിട്ടുണ്ടേന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇനി അതിൻ്റെ പുറത്ത് ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്.
അപ്പം 2-3 ചെമ്പുകൾ തന്നെ ഇപ്പോഴും വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് എല്ലാവർക്കും മഹലിലുള്ള എല്ലാവർക്കും കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ക്യൂ നിൽക്കുകയാണ്. ഇപ്പോൾ കുറേ ആൾക്കാർ വന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾ കാണുന്നത്. ഇനി അടുത്ത വർഷമാണ് ഈ ഒരു ചോറ് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കണം. അപ്പോൾ ചോറെടുത്ത് എന്താ പറയുക, നല്ല ചൂടുള്ള ചോറാണ് കേട്ടോ. ഇങ്ങനെ ഇതാക്കി പ്ലേറ്റിലേക്ക് മാറ്റി ഇടുന്നത്. അതേപോലെ തന്നെ ഓരോരോ ആൾക്കാരെ ബക്കറ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നതിലൊക്കെ ഇടുകയാണ്. അപ്പം എല്ലാവർക്കും നബിദിന ആശംസകൾ നേരുന്നു. ഇനി അടുത്ത വർഷം കാണാം ഇതേപോലത്തെ കാഴ്ചകളുമായിട്ട്. അപ്പം നബിദിനത്തിന് നമ്മളെ മദ്രസയിൽ ഉണ്ടാക്കിയിട്ടുള്ള നെയ്ച്ചോറിൻ്റെയും ബീഫ് കറീൻ്റെയും ഈ റെസിപ്പി കാര്യങ്ങളെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ബീഫും നെയ്ച്ചോറും വീട്ടിൽ കൊടുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോസുമായി വരുന്നവരെ ഓക്കെ, ബൈ ബൈ.